بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. 40 38 حديثان إن നമ്മൾ വായിക്കുന്നത്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഖുദ്സിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഹദീസ്. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എൻ്റെ ഒരു വലിയനോട് ശത്രുത കാണിക്കുന്നത്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറത്തുഹു അലൈഹി. ഒരു അടിമ നിർബന്ധ കർമ്മങ്ങൾ പോലെ മറ്റ് യാതൊന്നുകൊണ്ടും എന്നോട് അടുത്തിട്ടില്ല. അഥവാ അടിമ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഫർളായ കാര്യങ്ങളാകുന്നു. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ. ഈ ഫർളുകൾ കഴിഞ്ഞ് നവാഫിലായ സുന്നത്തായ അമല് കൊണ്ട് ഒരടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്ത ഉഹിബ്ബ, ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ. അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹു അവനെ സ്നേഹിക്കുന്ന ഒരു ഘട്ടമെത്തും. അങ്ങനെ സ്നേഹിച്ചാൽ വഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന അവൻ്റെ കേൾവി ഞാനായി മാറും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. അവൻ്റെ കണ്ണ് ഞാനായി മാറും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ. അവൻ പിടിക്കുന്ന അവൻ്റെ കൈ ഞാനായി മാറും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവൻ നടക്കാൻ ഉപയോഗിക്കുന്ന അവൻ്റെ കാല് ഞാനായി മാറും. വല ഇൻ സഅലനി, അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ലഉഅതിയന്ന, ഞാനത് നൽകുക തന്നെ ചെയ്യും. വല ഇൻ ഇസ്തആദനി, അവൻ എന്നോട് കാവൽ തേടിയാൽ, ഇസ്തിആദത്ത് ചെയ്താൽ ലഉഈദന്ന, അവന് ഞാൻ അഭയം നൽകുക തന്നെ ചെയ്യും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ പറയുന്ന വിഷയം എന്താണ്? വളരെ വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ചാണ് ഈ ഹദീസ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയ, വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ് ഭാഷയിൽ അർത്ഥം. അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ. അള്ളാഹു സ്നേഹിക്കുന്ന ആളുകൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹു അവരെ സംരക്ഷിക്കും, അങ്ങനെയുള്ള ആളുകൾ. ഇതാണ് അള്ളാഹുവിൻ്റെ വലിയ ഔലിയ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ വലിയ ആവുക എന്ന് പറയുന്നത് വലിയ ഒരു സ്ഥാനമാണ്, അല്ലേ? നമ്മൾ ദുനിയാവിൽ ഏതെങ്കിലും അധികാരമോ പണമോ പ്രശസ്തിയോ ഒക്കെ ഉള്ള ഒരാൾ അവൻ്റെ സുഹൃത്ത് എന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ അത് വലിയൊരു സ്ഥാനമായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അവൻ്റെ സുഹൃത്ത് എന്ന് പറയേണ്ടതില്ല, അതിനേക്കാൾ ചെറിയൊരു പരിഗണന കിട്ടിയാൽ തന്നെ അത് വലിയ സന്തോഷമായിരിക്കും ആളുകൾക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവൻ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, എല്ലാത്തിൻ്റെയും ഉടമയായ റബ്ബ്, അവൻ ഒരാളെ തൻ്റെ സുഹൃത്താക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ സ്ഥാനമായിരിക്കും. അതാണ് വലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ സ്ഥാനം ആയതുകൊണ്ട് ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. കാരണം ഈ വലിയ സ്ഥാനം എങ്ങനെ കിട്ടും, അത് കിട്ടിയാലുള്ള ഫലങ്ങൾ എന്താണ്, അതൊക്കെയാണ് ഈ ഹദീസിൽ പരാമർശിക്കുന്ന വിഷയം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് കാണാം. വഹു അഷ്റഫു ഹദീസിൻ റൂവിയ ഫി സിഫത്തിൽ ഔലിയ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച്, അവരുടെ വിശേഷണങ്ങളെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഏറ്റവും മഹത്തായ ഹദീസാകുന്നു ഇത്. ധാരാളം ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ ആയത്തുകളുണ്ട്. അതിൽ വെച്ച് ഈ ഹദീസുകൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണ്, ഏറ്റവും മഹത്വമുള്ള ഹദീസാണ് ഇത് എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ഹദീസിനെ കുറിച്ച് വലിയ ഉസൂലിയായിട്ടുള്ള തൂഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി, നജ്മുദ്ദീൻ അത്തൂഫി അദ്ദേഹം പറഞ്ഞതായി ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. ഹാദൽ ഹദീസ്, ഈ ഹദീസ് അസ്ലുൻ ഫി സുലൂകി ഇലല്ലാഹി വൽ വുസൂലി ഇലാ മഅരിഫതിഹി. അള്ളാഹുവിലേക്കുള്ള ഒരു അടിമയുടെ യാത്ര, അള്ളാഹുവിനെ അറിയാനുള്ള ഒരാളുടെ പരിശ്രമം, ആ വിഷയത്തിൽ ഒരു അസ്ലാണ്, ഒരു അടിസ്ഥാന പ്രമാണമാണ് ഈ ഹദീസ്. ഇനി എന്താണ് വലിയ എന്ന് പറഞ്ഞാൽ? വലിയനെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ധാരാളം നിർവചനങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. പക്ഷേ കൂടുതൽ നിർവചനങ്ങളുടെ ആവശ്യമില്ല. അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് വലിയ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല ഇന്ന ഔലിയ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരൊന്നിനെയും കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടി വരികയില്ല. ആഖിറത്തിൽ ഒരു ശിക്ഷ ഉണ്ടാകുമെന്ന് അവർ പേടിക്കേണ്ടി വരികയില്ല. മരണസമയത്ത് അവർക്ക് എല്ലാ പേടി മാറ്റിക്കൊണ്ടായിരിക്കും അള്ളാഹു അവരെ മരിപ്പിക്കുക. മലക്കുകൾ അവരെ സന്തോഷവാർത്ത അറിയിക്കും. വലാ ഹും യഹ്സനൂൻ,
അവർ വിട്ടുപോകുന്ന ഈ ദുനിയാവിനെ കുറിച്ച് ഓർത്ത് അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നിട്ട് അള്ളാഹു ഇവരാരാണ് എന്ന് പറഞ്ഞു. ആദ്യം അവരുടെ ഫദൽ പറഞ്ഞു, പിന്നെ അവരുടെ ഒരു നിർവചനം അള്ളാഹു പറഞ്ഞു. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഈമാനും തഖ്വയുമുള്ള ആളുകൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള വിശ്വാസങ്ങൾ. ഈമാന്റെ നിർവചനം അഹ്ലുസുന്നത്തിന്റെ വിശ്വാസപ്രകാരം ഈമാനിൽ അമലുകളും ഉൾപ്പെടും. പക്ഷെ ഇവിടെ തഖ്വയുടെ കൂടെ പറഞ്ഞതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലുള്ള വിശ്വാസ കാര്യങ്ങൾ, ഇഅ്തിഖാദ്, അഖീദ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, തഖ്വ എന്ന് പറഞ്ഞാൽ ആ ഈമാന്റെ അടിസ്ഥാനത്തിലുള്ള അമലുകൾ, പ്രവൃത്തികൾ. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരാളെ വലിയാക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മൻ കാന മുഅ്മിനൻ തഖിയ്യൻ കാന ലില്ലാഹി വലിയ. ആരാണോ മുഅ്മിനും തഖിയ്യുമായിട്ടുള്ളത്, ഈമാനുണ്ട്, ശരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബത്ത് ഏകോപിച്ചിട്ടുള്ള സലഫ് സാലിഹ്യങ്ങളുടെ വിശ്വാസമാണ് അവന്റെ വിശ്വാസം, അവൻ തഖ്വയോടെ ജീവിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്, അവൻ വലിയാണ്. അങ്ങനെയുള്ളവനെല്ലാം അള്ളാഹുവിന്റെ വലിയാക്കളാണ്. അതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അൽ വലി, വലി എന്ന് പറഞ്ഞാൽ മൻ വാലല്ലാഹ ബിതഅതിഹി ഫവാലാഹു അല്ലാഹു ബിഹിഫ്ളിഹി. വലി എന്ന വാക്കിന്റെ ഭാഷയിലുള്ള അർത്ഥം അടുത്ത ബന്ധമുള്ളവർ എന്നൊക്കെയാണ്. രക്ഷിതാവ് എന്നൊക്കെ പറയും. നിക്കാഹിന് ഒരു പെണ്ണിന് നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നതിന് നമ്മൾ വലിയ എന്നാണ് പറയാം, നിക്കാഹ് നടത്തി കൊടുക്കുന്നവന്. എന്തുകൊണ്ടാണ്? ആ സ്ത്രീയുമായി ഏറ്റവും അടുത്ത ആളാണ് വലിയ, ഉപ്പ, സഹോദരൻ. അപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മൻ വാലല്ലാഹ ബിതഅതിഹി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സ്നേഹവും ബന്ധവും ഒക്കെ പുലർത്തിയ ആളുകൾ. ഫവാലാഹു അല്ലാഹു ബിഹിഫ്ളിഹി, അപ്പൊ തിരിച്ച് അള്ളാഹു എന്ത് ചെയ്യുന്നു? അവന്റെ സംരക്ഷണം കൊണ്ട് അള്ളാഹു ഇവരോടും സ്നേഹവും ബന്ധവും കാണിക്കുന്നു. അങ്ങനെയുള്ളവനാണ് വലിയ എന്ന് ചിലർ പറഞ്ഞത് കാണാം. ഇതെല്ലാം ഒരേ ആശയം തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ്. ഈമാനും തഖ്വയുമാണ് ഒരാൾ വലിയാകാനുള്ള അടിസ്ഥാനം. ഇനി ഈ ഔലിയാക്കൾ തന്നെ പല ദർജയിലുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയല്ല. വിശുദ്ധ ഖുർആനിൽ അതുപോലെ സുന്നത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ രണ്ടായി വേർതിരിച്ചത് കാണാം. രണ്ട് ദർജയിലുള്ള ഔലിയാക്കളുണ്ട്. ഒന്ന് അൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ സമീപസ്ഥരായിട്ടുള്ള ആളുകൾ. മുഖറബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനിലേക്ക് അടുപ്പിച്ച, അള്ളാഹുവിനോട് വളരെ അടുത്ത ആളുകൾ. ഇങ്ങനെ മുഖറബീങ്ങളായ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ മുഖറബ് എന്നുള്ളതിന് അസ്സാബിഖൂൻ എന്നൊരു വാക്ക് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. സാബിഖ് എന്ന് പറഞ്ഞാൽ മുൻകടന്ന ആളുകൾ, മറ്റുള്ളവരെ തോൽപ്പിച്ച് മുന്നേറിയവർ. ഇത് വിശുദ്ധ ഖുർആനിൽ അവർക്ക് വേണ്ടി മുഖറബീങ്ങളെ കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. മുഖറബൂൻ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, അസ്സാബിഖൂൻ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാം സ്ഥാനത്തുള്ള ആളുകൾ. രണ്ടാം സ്ഥാനത്തുള്ള ആളുകൾ അൽ മുഖ്തസിദൂൻ, ഇടത്തരം ആളുകൾ. മുഖ്തസിദ് എന്നുള്ള വാക്ക് ഖുർആനിൽ വന്നിട്ടുണ്ട്. അവരെ കുറിച്ച് തന്നെ അസ്ഹാബുൽ യമീൻ എന്ന വാക്കും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അസ്ഹാബുൽ യമീൻ. അപ്പൊ ഈ രണ്ട് ദർജയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഒന്ന് മുഖറബീങ്ങളും അല്ലെങ്കിൽ സാബിഖൂൻ ആയിട്ടുള്ള ആളുകൾ, രണ്ടാമത്തേത് അസ്ഹാബുൽ യമീൻ അല്ലെങ്കിൽ മുഖ്തസിദൂൻ എന്ന് പറയുന്ന ആൾ. എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം ഇവരെ കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകൾ നോക്കാം. സൂറത്ത് സുമറിൽ അള്ളാഹു തആല രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു, സുമ്മ ഔറസ്നൽ കിതാബ്, നാം കിതാബ്, വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ വറാസത്തായി, അനന്തര സ്വത്തായി കൈമാറിയിരിക്കുന്നു. അഥവാ അമ്പിയാക്കൾക്ക് ശേഷം അവരുടെ പിൻഗാമികൾക്ക് അള്ളാഹു അവരുടെ വേദഗ്രന്ഥങ്ങൾ കൈമാറിയിരിക്കുന്നു, വിശുദ്ധ ഖുർആനും മറ്റുള്ള കിതാബുകളും. അങ്ങനെ ഈ കിതാബ് നൽകപ്പെട്ട ആളുകൾ അല്ലദീന ഇസ്തഫൈന മിൻ ഇബാദിന, നാം തെരഞ്ഞെടുത്ത നമ്മുടെ അടിമകൾക്ക്. അള്ളാഹു തആല അവന്റെ കിതാബ്, അവന്റെ കലാം, അവന്റെ സംസാരം, അത് വിശ്വസിക്കാനും അതനുസരിക്കാനും അത് കേൾക്കാനും ഓതാനും ഒക്കെയുള്ള ഭാഗ്യം നൽകുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്, ഇസ്തിഫ ആണ്. അങ്ങനെ അള്ളാഹു തെരഞ്ഞെടുത്ത് മുഅ്മിനാക്കി കുറെ ആളുകളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു അവരെ കുറിച്ച് പറയുകയാണ്, ഈ മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരുണ്ട്, അക്രമികളുണ്ട്. വമിൻഹും മുഖ്തസിദ്, അവരിൽ മുഖ്തസിദുകളായിട്ടുള്ള ഇടത്തരമായിട്ടുള്ള ആളുകളുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, അവരിൽ നന്മകൾ കൊണ്ട് മത്സരിച്ച് മുന്നേറിയവരുണ്ട്. ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. അപ്പൊ അവരുടെ ആ മുന്നേറ്റം, അവരുടെ ആ ഉയർച്ചയും സ്ഥാനവും അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി നന്മകൾ മുന്നേറിയവരുണ്ട്. ഇങ്ങനെ മൂന്ന് വിഭാഗമുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, ഇതാകുന്നു അള്ളാഹുവിന്റെ വലിയ ഫദ്ൽ. അഥവാ ഈ കിതാബിന്റെ അനുയായികളാക്കി, ഖുർആന്റെ അനുയായികളാക്കി, മുസ്ലിമീങ്ങളാക്കി, മുഅ്മിനീങ്ങളാക്കി എന്നുള്ളത് അത് അള്ളാഹുവിന്റെ വലിയൊരു ഫദ്ലാകുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ചും, ജന്നാതി അദ്നിൻ യദ്ഖുലൂനഹ, ജന്നാതു അദ്നിൻ യദ്ഖുലൂനഹ, അവര് ശാശ്വത ജീവിതത്തിന്റെ സ്വർഗത്തോപ്പുകളിൽ പ്രവേശിക്കുന്നവരാണ്. യുഹല്ലൂന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ,
അവർക്ക് സ്വർണവും മുത്തുകളും ഒക്കെയുള്ള ആഭരണങ്ങൾ അണിയിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് പറയുക. അപ്പൊ ഇവിടെ അമ്പിയാക്കളിൽ വിശ്വസിച്ച, കിതാബുകളിൽ വിശ്വസിച്ച ആളുകളെ മൂന്നായി അള്ളാഹു വേർതിരിച്ചു. ളാലിമുൻ നഫ്സി, മുഖ്തസിദ്, സാബിഖുൻ ബിൽ ഖൈറാത്ത്. അപ്പോൾ ഇതിൽ രണ്ടു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അതിൽ മുഖ്തസിദ്, സാബിഖുൻ ബിൽ ഖൈറാത്ത്, ഇത് രണ്ടും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. എന്നാൽ ളാലിമീങ്ങളായിട്ടുള്ള ആളുകളും അവരും ഈ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? പ്രവേശിക്കും. കാരണം ഈ മൂന്ന് കൂട്ടരെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, സ്വർഗത്തിൽ അവരെല്ലാവരും പ്രവേശിക്കും എന്നാണ് പറഞ്ഞത്. ഈ മൂന്ന് പേരെയും ഉദ്ദേശിച്ചാണ് യദ്ഖുലൂന എന്ന് പ്രയോഗിച്ചത്. ഇത് ഒരു സന്തോഷ വാർത്തയാണ്, അല്ലെ? ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്തായി മരണപ്പെട്ട ആധുനികരായ മുഫസ്സിരീങ്ങളിൽ ഏറ്റവും പ്രശസ്തൻ എന്ന് പറയാൻ സാധിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ ഷൻഖൈതി റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വാവുൽ ജമാ അത് ഈ ആയത്തിൽ വന്ന വാവാണ്. അത് വാവുൽ ജമാ എന്ന് പറഞ്ഞാൽ ഒരു സംഘം എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാവ്. യഫ്അലൂൻ, യദ്ഹബൂൻ എന്നൊക്കെ പറയുന്ന വാവ്. അല്ലെ, യദ്ഹബൂൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പോകുന്നു, ഒരു സംഘം ആളുകളാണെങ്കിൽ യദ്ഹബൂൻ എന്ന് പറയും. അപ്പോൾ ഒരു സംഘം എന്ന് പറയാൻ ഉപയോഗിച്ചത് ഒരു വാവാണ്. അതിനാണ് വാവുൽ ജമാ എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ള ഈ വാവുൽ ജമാഅകളിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഈ വാവ്. കാരണം ഈ ളാലിമീങ്ങളായ ആളുകൾ കൂടി സ്വർഗത്തിൽ പോകും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വാവ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് വിഭാഗങ്ങളിൽ രണ്ടു വിഭാഗങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അടുത്തതായി സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു തആല പറഞ്ഞത് നമുക്കറിയാം. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ വസ്സാബിഖൂന അസ്സാബിഖൂൻ. എന്താണ് രണ്ട് പ്രാവശ്യം ഒരേ വാക്ക് തന്നെ പറഞ്ഞത്? സാബിഖീങ്ങളായ ആളുകൾ അവരാകുന്നു സാബിഖീങ്ങൾ എന്നാണ് ആയത്തിന്റെ അർത്ഥം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദുനിയാവിൽ സാലിഹായ അമലുകൾ ചെയ്യുന്ന കാര്യത്തിൽ മത്സരിച്ച ആളുകൾ, അതാണ് ആദ്യത്തെ സാബിഖൂൻ. ഹുമുസ് സാബിഖൂൻ, അസ്സാബിഖൂന ഹുമുസ് സാബിഖൂൻ. എന്താണ് വസ്സാബിഖൂന അസ്സാബിഖൂൻ? നന്മയിൽ മുന്നേറിയ ആളുകൾ അവരാകുന്നു ആഖിറത്തിൽ സാബിഖീങ്ങളായിരിക്കുക, അഥവാ ആഖിറത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ തുടർന്ന് അള്ളാഹു അവരുടെ വിശേഷണങ്ങളും അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, വലതു ഭാഗത്തിന്റെ ആളുകൾ, വലതു ഭാഗത്ത് കിതാബ് നൽകുന്ന ആളുകൾ അസ്ഹാബുൽ യമീൻ. എന്നിട്ട് അവർക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ എന്ന് പറഞ്ഞു, നരകാവകാശികളെ കുറിച്ച്. അപ്പൊ സ്വർഗാവകാശികളെ തന്നെ രണ്ട് വിഭാഗമാക്കിയിട്ടുണ്ട്. അതാണ് സാബിഖൂൻ. അതുപോലെ രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീൻ. ഇനി എന്താണ് ഇവരുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും വ്യത്യാസം എന്താണ്? സാബിഖീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് മുഖ്തസിദീങ്ങളെ കുറിച്ച് പറയാം. ഈ ഏറ്റവും താഴ്ന്ന ദർജയിലുള്ള ഔലിയാക്കളുടെ കൂട്ടത്തിൽ സ്ഥാനം കുറഞ്ഞ ആളുകളാണ് മുഖ്തസിദീൻ എന്ന് പറയുന്നത്. അവരുടെ അവസ്ഥ എന്താണ്? അവര് ഫർളുകൾ ചെയ്യും, ഹറാമുകൾ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ആളുകളാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കും, ഫർളായ കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്തെ വിഭാഗം ഏറ്റവും ഉയർന്ന ദർജ മുഖറബീങ്ങളായിട്ടുള്ള സാബിഖീങ്ങളായിട്ടുള്ള ആളുകൾ. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ വിശേഷണം എന്താണ്? അവര് ഈ ആദ്യം പറഞ്ഞ ആളുകളുടെ അവസ്ഥയേക്കാൾ മുകളിലാണ്. ഫർളുകൾ ചെയ്യും, അതോടൊപ്പം സുന്നത്തുകൾ കൂടി ചെയ്യും. ഹറാമുകൾ ഉപേക്ഷിക്കും, അതോടൊപ്പം കറാഹത്തായ കാര്യങ്ങൾ കൂടി ഉപേക്ഷിക്കും, മക്രൂഹായ കാര്യങ്ങൾ ഉപേക്ഷിക്കും. ഇതാണ് ഈ രണ്ട് വിഭാഗത്തിന്റെയും വ്യത്യാസം. അതുകൊണ്ടാണ് ഈ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞത്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. നവാഫിലായിട്ടുള്ള സുന്നത്തായ അമലുകൾ ചെയ്തുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്ന അവസ്ഥയെത്തും. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ രണ്ടാമത് പറഞ്ഞ ഔലിയാക്കളെ കുറിച്ചാണ്. അള്ളാഹു ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഔലിയാക്കളെ കുറിച്ചാണ്. ഇത് സുന്നത്തായ അമലുകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. ഈ രണ്ട് ദർജയും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? സുന്നത്താണ്. നമ്മൾ പല കാര്യങ്ങളും അതിന്റെ ഹുക്മ് അത് മുസ്തഹബാണ്, സുന്നത്താണ് എന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ് ഇനി അത് ചെയ്യണ്ടല്ലോ എന്നാണ് വിചാരിക്കുക. അതിനുള്ള ഒരു വലിയ മറുപടിയാണ് ഈ ഹദീസ്. ഒരു കാര്യം സുന്നത്താണ് എന്ന് കേട്ടാൽ വേണ്ടത് എന്താണ്? മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ടത്, അത് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ഈ സ്വർഗാവകാശികളുടെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ദർജ കൂടിയ ആളുകളുടെ അവരുടെ സ്ഥാനത്തേക്ക് എത്താനുള്ള മാർഗമാണ് ഈ പറഞ്ഞ പ്രവൃത്തി. അപ്പൊ അത് ചെയ്യാനുള്ള ഒരു വലിയ പ്രോത്സാഹനമാണ് ഈ ഹദീസ്. സുന്നത്തായ അമലുകൾ ഫർള് കഴിഞ്ഞിട്ടാണ്. അല്ലെ, ഇവിടെ ചില ആൾക്കാർക്ക് ഒരു സംശയം തോന്നാം. അല്ലെ, സുന്നത്തുകൾ ചെയ്തതിന്റെ പേര് ഞാൻ അടിമയെ ഇഷ്ടപ്പെടും, എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഫർളല്ലേ ഇതിനേക്കാൾ പ്രധാനം? ഫർള് ചെയ്തവരെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ഇവിടെ ചർച്ച ഫർള് കഴിഞ്ഞിട്ടാണ്, ഫർള് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ്. അവർ അതിന് പുറമെ സുന്നത്തുകൾ കൂടി ചെയ്യുമ്പോൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ട് അവർക്ക് ഇങ്ങനെയുള്ള പ്രതിഫലം നൽകും എന്നാണ് പറയുന്നത്. അപ്പൊ സുന്നത്തായ അമലുകൾ ചെയ്യാനുള്ള വലിയൊരു പ്രോത്സാഹനമാണ് ഈ ഹദീസ്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ദർജയും വേർതിരിയുന്നത്, മുഖറബീങ്ങളും അസ്ഹാബുൽ യമീനുമായി വേർതിരിയുന്നത്. അപ്പോൾ സുന്നത്തായ അമലുകളുടെ കാര്യത്തിൽ മത്സരിക്കുക, അതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. സ്വഹാബത്തിന്റെ കാര്യം, അവരുടെ അവസ്ഥയെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നത്, അവരുടെ കാലത്ത് ഫർള് സുന്നത്ത് എന്നൊരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. സ്വഹാബത്തിന്റെ അസറുകൾ നോക്കിയാൽ ഇന്ന കാര്യം ഫർളാണോ അതോ സുന്നത്താണോ എന്നൊരു ചോദ്യം കാണാൻ സാധിക്കില്ല. അതിനുശേഷമുള്ള ഫുഖഹാക്കളുടെ ഇന്നും നമ്മൾ തുടർന്നു വരുന്ന പാരമ്പര്യം എന്താണ്? നമ്മൾ ഫർളും സുന്നത്തും എന്തൊക്കെയാണെന്ന് പഠിക്കും അല്ലെ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ നമസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമസ്കാരത്തിന്റെ റുക്കനുകൾ, ഷർത്തുകൾ, വാജിബുകൾ കഴിഞ്ഞിട്ട് സുന്നത്തുകൾ, അങ്ങനെ ഒരു സമ്പ്രദായം സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു എന്താണ് സുന്നത്ത്, എന്താണ് ഫർളെന്ന്. എന്തിനാണ് പിന്നെ ഇങ്ങനെ വേർതിരിച്ച് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്? അത് എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഫർളായ ഒരു കാര്യമാണ് വിട്ടുപോയതെങ്കിൽ ചിലപ്പോൾ നിസ്കാരം ബാത്തിലായിട്ടുണ്ടാവും. അതുപോലെ സഹവിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം സഹിഹാവുന്ന വാജിബുകൾ ഉണ്ടാവും. സുന്നത്താണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇതിനു വേണ്ടി, അതല്ലാതെ ഒരു അമൽ ചെയ്യണോ ചെയ്യേണ്ടതില്ലേ എന്നറിയാൻ വേണ്ടിയിട്ടല്ല ഫർളും സുന്നത്തും വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ അത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള നമ്മുടെ മാർഗമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് അല്ലെ. ദുനിയാവിൽ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പോയ അന്ന് മുതൽ നമ്മൾ എത്ര പഠിച്ച് മുന്നേറിയാലും എത്ര ഉയർന്ന ദർജയിലെത്തിയാലും നമ്മൾ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ആഗ്രഹിക്കുക, അതിനാണ് മത്സരിക്കുക അല്ലെ. ചെറിയ ക്ലാസ് മുതൽ, ഒരു ഏറ്റവും ചെറിയ ക്ലാസ്, വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഒരു നഴ്സറി ക്ലാസ്, അതിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് 40-50%, അത് മതി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. അത്രയും മാർക്ക് വാങ്ങി വന്നാൽ എന്താണ് വീട്ടുകാർ പറയാ? ലോകത്ത് ഏതെങ്കിലും രക്ഷിതാവ് അൽഹംദുലില്ലാ പാസ്സായി എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രക്ഷിതാവിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാവും. സാധാരണഗതിയിൽ രക്ഷിതാവ് പറയില്ല. നേരെ മറിച്ച് ആ ഫുള്ളിൽ നിന്ന് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ചിന്തിക്കുന്നത്. ദീനിന്റെ കാര്യത്തിലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുനിയാവ് അത് വളരെ നിസ്സാരമാണ്. ഈ പഠിച്ച പഠനം അവന് ഈ ദുനിയാവിൽ തന്നെ ഉപകരിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ ഒരാൾ ചെയ്യുന്ന ഇബാദത്തുകളോ ഈ സുന്നത്തായ അമലുകളോ അത് ഉപകരിക്കുമെന്ന് 100% ഉറപ്പാണ്. അതിന് പ്രതിഫലമായി കിട്ടാനുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ സാമീപ്യം എന്ന് പറയുന്ന ഈ ഉയർന്ന സ്ഥാനം. അതിനുവേണ്ടി മത്സരിക്കുക. അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? വസ്തബിഖുൽ ഖൈറാത്ത് സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് വഫീ ദാലിക ഫലിയതനാഫസിൽ മുത്തനാഫിസൂൻ. ഇങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ മത്സരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. ഔലിയാക്കന്മാർ 2 ദർജയിലാണ്. അതിൽ ഏറ്റവും ഉയർന്ന ദർജയിലെത്താനുള്ള മാർഗം സുന്നത്തായ അമലുകളാണ്. അതിൽ മത്സരിക്കുക. കുറച്ച് സമയം ഒഴിവ് കിട്ടിയാൽ എന്തെങ്കിലും ഒരു സുന്നത്തായ കാര്യം, ദിക്റുകൾ, ഖുർആൻ പാരായണം, അതുപോലെ സുന്നത്ത് നമസ്കാരം, അതുപോലെ സുന്നത്തായ സ്വതക്ക, ഇങ്ങനെ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അടുത്ത ഒരു ഫായിദ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു മസല, ഔലിയാക്കന്മാരുടെ, ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു മസല, ഔലിയാക്കന്മാർക്കിടയിൽ തന്നെ പല ദർജകളുണ്ട് അല്ലെ. മനുഷ്യന്മാരെ മൊത്തത്തിൽ അള്ളാഹു പല സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. സാധാരണ മുസ്ലിമുകളുണ്ട്, അതിൽ കവിഞ്ഞാണ് ഔലിയാക്കന്മാരുടെ സ്ഥാനം, ഈ പറഞ്ഞ പോലെയുള്ള ആളുകൾ. അതിനു മുകളിലാണ് അമ്പിയാക്കളുടെ സ്ഥാനം. അമ്പിയാക്കൾക്ക് മുകളിലാണ് മുർസലീങ്ങൾ, അമ്പിയാക്കളിൽപ്പെട്ട ആളുകളാണ് മുർസലീങ്ങൾ, റസൂലുമാർ. അതിനു മുകളിലാണ് ഉലുൽ അസ്ം, 5 പ്രവാചകന്മാർ, അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത 5 പേര്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹി സ്വലാം, നൂഹ്, ഈസ, മൂസ അലൈഹി വസല്ലം. അതും കഴിഞ്ഞ് ഏറ്റവും മുകളിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. ഇതാണ് മനുഷ്യരുടെ മൊത്തത്തിലുള്ള സ്ഥാനം. ഇത് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇത് വളരെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കളെക്കാളും വലിയ സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് നബിയുടെയും റസൂലിന്റെയും ഇടയിലാണ് അമ്പിയാക്കളുടെ സ്ഥാനം എന്ന്, ഔലിയാക്കളുടെ സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. ഇങ്ങനെയുള്ള ദലാലത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കണം. അടുത്ത ഒരു മസ്അല, ഒരാൾ അള്ളാഹുവിന്റെ വലിയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ യോഗ്യതകളും വിശേഷണങ്ങളും, ഇപ്പോൾ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ച കാര്യങ്ങൾ, അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അതുപോലെ വസ്സാബിഖൂൻ അസ്സാബിഖൂൻ, ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? സ്വാലിഹായ ഏതൊരു മുസ്ലിമും അള്ളാഹുവിന്റെ വലിയാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ദർജയിൽപ്പെട്ട ഒരു വലിയായിരിക്കും സ്വാലിഹായ ഒരാൾ. വൻപാപങ്ങൾ ചെയ്ത് നടക്കാത്ത അങ്ങനെയുള്ള ആളുകൾ ളാലിമുൽ നഫ്സിഹി എന്നതിലാണ് പെടുക, വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ. അതല്ലാത്ത ആളുകളൊക്കെ അവരൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ദർജയിൽപ്പെടുന്ന ആളുകളാണ് അല്ലെ. സുന്നത്തായ അമലുകൾ ചെയ്യാത്ത ആരാണുള്ളത്? ഇപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അധികം ആളുകളും ഫർദുകളെല്ലാം ചെയ്യുന്നതും സുന്നത്തുകൾ പരമാവധി ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ചിലപ്പോൾ തെറ്റ് സംഭവിക്കാറുണ്ടല്ലോ.
അത് ഈ പറഞ്ഞ നിബന്ധനക്കെതിരല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചത് കാണാം. നന്മ ചെയ്യുക, തിന്മകൾ സംഭവിക്കുക എന്നുള്ളത് ഒരാളുടെ ഈ വലിയ എന്ന സ്ഥാനം നഷ്ടപ്പെടുന്ന കാര്യമല്ല, തൗബ ചെയ്യുകയാണെങ്കിൽ, ഉടനെ തൗബ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ധാരാളം മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളായിരിക്കും. എന്നാൽ നമുക്കറിയാം ചില ആളുകളുടെ വിശ്വാസം ഇങ്ങനെയല്ല. ഔലിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വേഷവും രൂപവും ഹലാലായ ചില കാര്യങ്ങൾ തന്നെ അവർ പ്രത്യേകം ഒരു യൂണിഫോം പോലെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഔലിയാക്കൾ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഒരാളുടെ അയാൾ വലിയാണെന്നതിന്റെ അടയാളം ഇത്തിബാഅൻ, സുന്നത്ത് എത്രമാത്രം ഇത്തിബാ ചെയ്യുന്നുണ്ട്, അതാണ് ഒരാൾ എത്ര നല്ല വലിയാണ്, എത്ര ഉയർന്ന ദർജയുള്ള വലിയാണ് എന്നതിന്റെ അടയാളം. ഇന്ന് പല ആളുകളുടെയും ധാരണ ഇതിന്റെ നേരെ വിപരീതമാണ്. വലിയ എന്ന് തീരുമാനിക്കുന്നത് ദീനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ഹലാലായ കാര്യങ്ങളായിരിക്കും, ചിലത് ഹറാമായ കാര്യങ്ങളായിരിക്കും. ഹലാലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വസ്ത്രം ഹലാലാണ്. അങ്ങനെ ഒരു പ്രത്യേക യൂണിഫോം ഔലിയാക്കന്മാർക്കുണ്ടോ? ഇല്ല. ചിലപ്പോൾ പച്ച വസ്ത്രം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിറത്തിലുള്ള വസ്ത്രം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക ആഭരണങ്ങൾ, ഇതൊക്കെ വലിയന്റെ അടയാളമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഹറാമായ ചില കാര്യത്തിന്റെ പേരിലാണ് വലിയനെ തിരിച്ചറിയുന്നത്. നമസ്കരിക്കാതിരിക്കുക, അതുപോലെ കുളിക്കാതിരിക്കുക, വൃത്തികെട്ട അവസ്ഥയിൽ വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കുക, ഇതൊക്കെ വലിയന്റെ അടയാളമാണോ? ഒരിക്കലുമല്ല. ഹലാലായ കാര്യങ്ങളിൽ തന്നെ പ്രത്യേക ഒരു അടയാളം സ്വീകരിക്കുക എന്നുള്ളത് അത് ബിദ്അത്താണ്, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. നേരെ മറിച്ച് ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര കണ്ട് ഇത്തിബാ ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരാളുടെ വലിയാണ് എന്നതിന്റെ അടയാളം. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണിത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യുക, യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അല്ലാഹു ഒരാളെ സ്നേഹിക്കാനുള്ള ഷർത്താണ് ഫത്തബിഊനി, ഇത്തിബാ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? എത്രത്തോളം ഇത്തിബാ ചെയ്യുന്നുണ്ടോ അത്രത്തോളം അല്ലാഹുവിനെ സ്നേഹിക്കും. അപ്പോൾ ഇത്തിബാ സുന്ന, സുന്നത്ത് പിന്തുടരുക എന്നുള്ളതാണ് ഒരു വലിയന്റെ അടയാളം എന്ന് പറയുന്നത്. ഇനി ഔലിയാക്കന്മാർക്ക് കറാമത്തുകൾ ഉണ്ടാവും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിയപ്പെട്ട സംഗതിയാണ് കറാമത്ത് എന്ന് പറയുന്നത്. എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ? കറാമത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ആദരവ്, ബഹുമാനം എന്നാണ്. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഔലിയാക്കൾക്ക് അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഒരു അനുഗ്രഹമായി നൽകും. അള്ളാഹുവിന്റെ ഒരു ആദരവായി, അള്ളാഹു അവർക്ക് ഒരു അനുഗ്രഹമായി അത്തരം ചില കാര്യങ്ങൾ നൽകും. അത് വിശുദ്ധ ഖുർആനിലുള്ള കാര്യമാണ്. അല്ലെ, മറിയം അലൈഹിസ്സലാം അവർ നബിയാണോ? നബിയല്ല, സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ്, ഒരു വലിയാണ്. അവർക്ക് അല്ലാഹു തആല കറാമത്തുകൾ കൊടുത്തു. എന്താണ് അവരുടെ കറാമത്ത്? അവർ ഒരു പള്ളിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. നമുക്കറിയാം, മറിയം അലൈഹിസ്സലാം അവരുടെ ഉമ്മ അവര് നേർച്ചയാക്കിയതാണ്. ആൺകുട്ടിയാണ് ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷയിൽ തനിക്കുണ്ടാകുന്ന ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഈ കുട്ടിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളിയുടെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി. അങ്ങനെ ജനിച്ചപ്പോൾ അത് പെൺകുട്ടിയായിരുന്നു, പക്ഷെ അവരവരുടെ നേർച്ച പൂർത്തിയാക്കി. അങ്ങനെ മറിയം അലൈഹിസ്സലാം അവർ പള്ളിയിൽ ഇബാദത്തുമായി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തത് സക്കരിയ അലൈഹിസ്സലാം എന്ന് പറയുന്ന നബിയാണ്. അപ്പോൾ സക്കരിയ അലൈഹിസ്സലാം ഇവരുടെ അടുത്ത് പോകുമ്പോൾ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖ, അവരുടെ അടുത്ത് പോകുമ്പോൾ അവിടെ ഭക്ഷണം കാണും. ആരും കൊടുക്കുന്നതല്ല, അവിടെ ഭക്ഷണം പ്രത്യക്ഷപ്പെടുന്നു. അതും അവിടെ കിട്ടാനില്ലാത്ത ഭക്ഷണമായിരിക്കും. തഫ്സീറിൽ കാണാം, തണുപ്പ് കാലത്ത് മാത്രം ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളൊക്കെ ചൂടുകാലത്ത് ഉണ്ടാകും, വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പഴങ്ങളൊക്കെ തണുപ്പ് കാലത്ത് ഉണ്ടാകും. അപ്പോൾ സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, അന്നാ ലക്കി ഹാദാ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇത് മറിയം അലൈഹിസ്സലാമിന്റെ കറാമത്താണ്. അപ്പോൾ കറാമത്തുകൾ എന്നുള്ളത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. കറാമത്ത് എന്നുള്ളത് ഹദീസ് കൊണ്ടോ അല്ലെങ്കിൽ മുൻഗാമികളുടെ ചരിത്രം കൊണ്ടോ സ്ഥിരപ്പെട്ട കാര്യമല്ല, ഖുർആനിലുള്ളതാണ്. അതുപോലെ അസ്ഹാബുൽ കഹ്ഫ് അവർ നബിമാരല്ല. ഇങ്ങനെ ധാരാളം കറാമത്തുകൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ ഹദീസുകളിൽ മുൻഗാമികളുടെ ചരിത്രത്തിലൊക്കെ ധാരാളം കറാമത്തുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കറാമത്തുകൾ, ഈ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുത സംഭവങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് അള്ളാഹു ദീനിൽ നൽകുന്ന സ്ഥിരത, സബാത്ത്, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഔലിയാക്കന്മാരായ സഹാബത്ത്, അവർക്ക് അധികം അത്ഭുത സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സഹാബത്തിന്റെ ജീവിതത്തിൽ എത്ര കറാമത്തുകൾ നമുക്ക് പറയാൻ സാധിക്കും? അബൂബക്കർ റളിയല്ലാഹുവിന്റെ കറാമത്ത് എന്താ? ഉമർ റളിയല്ലാഹുവിന്റെ കറാമത്ത് എന്താ? ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്, പക്ഷേ വളരെ കുറവാണ്. വളരെ അപൂർവമായി സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അശറത്തുൽ മുബശ്ശറൂൻ, സ്വർഗമുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് പറഞ്ഞ സഹാബത്ത്, ബാക്കിയുള്ള 1,00,000 സഹാബത്ത്, എല്ലാ സഹാബിമാരും അള്ളാഹുവിന്റെ വലിയാണ്, അത് സംശയമില്ല. ഈ 1,00,000 സഹാബത്തിന്
1,00,000 കറാമത്തെങ്കിലും വേണ്ട ഒരാൾക്ക് ഒന്ന് വെച്ച് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ 1,00,000 കറാമത്തിന്റെ കഥകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് അഅ്ളമു കറാമ, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ദവാമുൽ ഇസ്തിഖാമ, അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരതയോടെ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത്. അത് സഹാബത്തിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ സഹാബിക്കും കറാമത്തുണ്ട്, പക്ഷെ അത്ഭുത സംഭവങ്ങളില്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതങ്ങളല്ല എന്നർത്ഥം. മാത്രമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹു കറാമത്ത് ഒരാൾക്ക് കൊടുക്കുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഔലിയാക്കൾക്ക് അള്ളാഹു കറാമത്ത് കൊടുക്കുന്നതിന് അതിൽപ്പെട്ട ഒരു ലക്ഷ്യമാണ് അവരെ ദീനിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വളരെ ഈമാൻ കുറഞ്ഞ ആളുകൾക്കായിരിക്കും കറാമത്ത് സംഭവിക്കുന്നത്. കാരണം എന്താണ്? അവന് ദീനിന് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അള്ളാഹു കറാമത്തിൽ കാണിച്ചു കൊടുക്കും, അവർ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി. വളരെ ദുർബലനായ ഒരു മുഅ്മിന് അള്ളാഹു തആല ചിലപ്പോൾ കറാമത്ത് കൊടുക്കും. നല്ല ഈമാനുള്ള ഒരാൾക്ക്, ഒരു സഹാബിക്ക് ചിലപ്പോൾ ഒരു കറാമത്തും ഉണ്ടാവുകയില്ല. കാരണം അവൻ ദീനിൽ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട്. അപ്പോൾ ഇതാണ് കറാമത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള സംഗതി. അത് ഒരാളുടെ അള്ളാഹുവിനോടുള്ള അടുപ്പവും സ്ഥാനവും തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. അറബിയിൽ ഖവാരിഖ് എന്നാണ് പറയുക ഇങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തികൾക്ക്, അസാധാരണമായ സംഭവങ്ങൾ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിക്കുക എന്നുള്ളത് അത് ഒരു വലിയന്റെ അടയാളമേ അല്ല. അതുണ്ട് എന്നതുകൊണ്ട് ഒരാൾ വലിയ ആകണമെന്നില്ല, അതില്ല എന്നതുകൊണ്ട് വലിയ അല്ലാതിരിക്കണമെന്നുമില്ല. അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാത്തത് കൊണ്ട് അവൻ വലിയല്ല എന്ന് വരില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് സഹാബത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്നാൽ അത്ഭുതം കാണിച്ചത് കൊണ്ട് വലിയ ആകണമെന്നില്ല. അതിന്റെ തെളിവ് എന്താണ്? മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും, വലിയാണോ? അല്ല. മസീഹ് ദജ്ജാലിന് അള്ളാഹു ചില കഴിവുകൾ കൊടുത്തു, ചില അത്ഭുതങ്ങൾ ദജ്ജാലിന്റെ കൈകൊണ്ട് അള്ളാഹു കാണിക്കുന്നു. എന്തിന്? പരീക്ഷണമായിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതം കാണിക്കുക എന്നുള്ളത് അത് ഒരാളുടെ നന്മയും അയാളുടെ സ്ഥാനവും അള്ളാഹുവിനോടുള്ള അടുപ്പവും തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ലേ അല്ല. അടുത്തൊരു മസ്അല നമ്മൾ പറഞ്ഞു, ഔലിയാക്കൾക്ക് ഹലാലായ കാര്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഷിആർ, ഒരു അടയാളം, അങ്ങനെ ഒരു കാര്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വലിയാണെങ്കിൽ ഇന്ന കാർ വസ്ത്രം, വലിയാണെങ്കിൽ ഇന്ന ഭക്ഷണം, വലിയാണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ രൂപം, ഇത് ഇസ്ലാമിലില്ല. അത് പിൽക്കാലത്ത് കടന്നു വന്നിട്ടുള്ള ഒരു ബിദ്അത്താണ്. വളരെ പണ്ട് കാലത്ത് തന്നെ കമ്പിളി വസ്ത്രം ചില ആളുകൾ അവരുടെ ഒരു യൂണിഫോമായിട്ട് കണ്ടിരുന്നു. ഔലിയാക്കളാണ് എന്ന്, അങ്ങനെ വലിയാണെന്ന് വാദിക്കുന്നത് തന്നെ ഒരാൾ വലിയല്ല എന്നതിന്റെ അടയാളമാണ്. കാരണം അതിലൊരു കിബറുണ്ട്, തസ്കിയത്തുൻ നഫ്സ്, സ്വയം പുകഴ്ത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രത്യേക രൂപം സ്വീകരിച്ചുകൊണ്ട് ഇത് ഔലിയാക്കന്മാരുടെ രൂപമാണ് എന്ന് വാദിച്ച് ആ വേഷം ധരിച്ച് നടക്കുക എന്നുള്ളത് തന്നെ അയാളുടെ സ്ഥാനം കുറവാണ് എന്നതിന്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു അടയാളം ഔലിയാക്കൾക്ക് ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഒരാൾ ഈ സ്ഥാനം നേടിയാൽ, അള്ളാഹുവിനോട് ഇബാദത്തുകൾ കൊണ്ട്, സുന്നത്തായ അമലുകൾ കൊണ്ട്, നവാഫിലുകൾ കൊണ്ട് അടുത്ത് അള്ളാഹുവിന്റെ വലിയായാൽ അയാൾക്ക് കിട്ടുന്ന സ്ഥാനം, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ, ഫലങ്ങൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്ഥാനങ്ങൾ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന നേട്ടങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കാണ്? ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. വലിയ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അപ്പോൾ തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം സ്വർഗം. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഇത് ഔലിയാക്കൾക്കുള്ള ഒന്നാമത്തെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രതിഫലമാണ്, ഒരു നന്മയാണ്, അള്ളാഹു അവർക്ക് ചെയ്യുന്ന ഒരു നന്മയാണ് അൽ ഖബൂലു ഫിൽ അർദ്. ഭൂമിയിൽ അള്ളാഹു അവർക്ക് ഖബൂൽ നൽകും, സ്വീകാര്യത നൽകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ അറിയപ്പെട്ട ഇമാമിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഉദാഹരണത്തിന് ഇമാം അബു ഹനീഫ, അതുപോലെ ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഒരു ഉദാഹരണത്തിന് ഈ 4 പേരെ ഇഷ്ടപ്പെടാത്ത, അവരെ ബഹുമാനിക്കാത്ത, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മുസ്ലിമുകൾ ഉണ്ടാവുകയില്ല. വളരെ അപൂർവമായിരിക്കും. അവരറിയുന്നവരൊക്കെ അവരെ ഇഷ്ടപ്പെടുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ ഇവർ 4 പേരും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് മുസ്ലിമീങ്ങൾ വ്യാപകമായി ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന് പറയാം എന്ന് അഭിപ്രായപ്പെട്ട ഇമാമിയങ്ങളുണ്ട്. അവരതിന് ഒരു ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ സഹാബത്ത് ആ മയ്യത്തിനെ പുകഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത്, നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആ മയ്യത്തിനെ കുറിച്ച് പുകഴ്ത്തിയത് അത് സത്യമായിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നു. മറ്റൊരു മയ്യത്ത് കടന്നുപോയപ്പോൾ അവരെ അതിനെക്കുറിച്ച് മോശം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത്, നിങ്ങൾ പറഞ്ഞ ഈ ദോഷം അത് സത്യമായിരിക്കുന്നു, ഫലിച്ചിരിക്കുന്നു.
അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാകുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാർക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട്. വലിയ വലിയ ഇമാമിയങ്ങൾ, മുസ്ലിം സമുദായം ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർ സ്വർഗത്തിലായിരിക്കും. അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാല എന്തോ ആവട്ടെ, ഇങ്ങനെ പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട് 4 ഇമാമിയങ്ങളെ കുറിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള മഹാന്മാരായ ഇമാമിയങ്ങൾ, ഇവരെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു. ഇവരുടെ ജീവചരിത്രം വായിച്ച് പഠിച്ച എത്ര ആളുകളുണ്ടാകും? ഇവരുടെ അഖീദ അത് ശരിയായ അഖീദയായിരുന്നു, അതുപോലെ ഇവർ സ്വാലിഹ്യങ്ങളായിരുന്നു എന്ന് ഇവരുടെ ജീവചരിത്രം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയവർ എത്ര പേരുണ്ടാകും? വളരെ അപൂർവമായിരിക്കും. അപ്പൊ ബാക്കിയുള്ള മുസ്ലിമീങ്ങളൊക്കെ ആണും പെണ്ണും കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇവരെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഖബൂൽ എന്ന് പറയുന്നത്. അള്ളാഹു അവർക്ക് സ്വീകാര്യത കൊടുക്കുക എന്ന് പറയുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി, ഈമാനും അമലു സാലിഹാത്തുമുള്ള ആളുകൾ സയജഅലു ലഹുമുർ റഹ്മാൻ വുദ്ദ, അള്ളാഹു അവരെക്കുറിച്ചുള്ള സ്നേഹം മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാക്കും. സ്വാലിഹ്യങ്ങളായ ആളുകളുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള സ്നേഹം അള്ളാഹു ഉണ്ടാക്കും. ഒരു ഹദീസിൽ ഇക്കാര്യം വ്യക്തമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ അഹബ്ബല്ലാഹു അൽ അബ്ദ്, അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ, അള്ളാഹു എങ്ങനെയാണ് സ്നേഹിക്കുക നമ്മൾ പറഞ്ഞു, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അടുത്താൽ അള്ളാഹു സ്നേഹിക്കും. അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ, അള്ളാഹു ജിബ്രീലിനെ വിളിക്കും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബ്, അള്ളാഹു ഇന്ന അടിമയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീയും സ്നേഹിക്കുക എന്ന് പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ ആ അടിമയെ, ആ മനുഷ്യനെ സ്നേഹിക്കും. ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ്സമാ, ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, അള്ളാഹു ഇന്ന വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നയാളെ അള്ളാഹു സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അവനെ സ്നേഹിക്കുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശത്തുള്ള ആളുകൾ അഥവാ മലക്കുകൾ അവനെ സ്നേഹിക്കും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് അവന് ഭൂമിയിൽ കബൂൽ നൽകപ്പെടും. മനുഷ്യരെല്ലാവരും അവനെ സ്നേഹിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ സാലിഹ്യങ്ങളായ ആളുകളെ കുറിച്ചാണ്. ചിലപ്പോൾ ചില ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കളും അതുപോലെ മുസ്ലിങ്ങളായ പിന്നെ ദീൻ പാലിക്കാത്ത ആളുകളൊക്കെ സാലിഹ്യങ്ങളായ ആളുകൾ വെറുക്കുന്നുണ്ടാകും. അത് ഈ പറഞ്ഞതിൽ പെടുകയില്ല. എന്തുകൊണ്ടാണ്? അമ്പിയാക്കളെ പരിഹസിച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അവരുടെ സമൂഹങ്ങൾ. പക്ഷെ ആ അമ്പിയാക്കളെ ഇന്ന് അവർക്ക് ശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് കടന്നു വന്ന മുസ്ലിമീങ്ങൾ സ്നേഹിക്കുന്നു, പുകഴ്ത്തുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളായ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ സ്നേഹമാണ്. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ അള്ളാഹു തആല കബൂൽ അവർക്ക് നൽകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ സ്നേഹം കിട്ടാനുള്ള മാർഗം അള്ളാഹുവിനോട് അടുക്കുക എന്നുള്ളതാണ്. അത് ഏതാളാണെങ്കിലും, നമ്മുടെ കുടുംബമാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അതുപോലെ മൊത്തത്തിലുള്ള മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മറ്റുള്ള ആളുകളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ സ്നേഹം നേടാൻ വേണ്ടി നമ്മൾ വേറെ വല്ല വഴിയും നോക്കിയാൽ, പ്രത്യേകിച്ച് ദീൻ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ആ സ്നേഹവും കിട്ടാൻ പോകുന്നില്ല, നമ്മുടെ ദീൻ നഷ്ടപ്പെടുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിച്ചാലോ, ഈ പറഞ്ഞ ആളുകൾ അവര് സ്വാലിഹ്യങ്ങളാണെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കും. അല്ലെങ്കിൽ പിന്നെ അവർ നമ്മെ സ്നേഹിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്വാലിഹ്യങ്ങളായ ആളുകളാണെങ്കിൽ അവർ നമ്മെ സ്നേഹിക്കും. അപ്പോൾ നല്ല ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള മാർഗം അള്ളാഹുവിനോട് അടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല അവരുടെ മനസ്സിൽ നമ്മോടുള്ള ഹുബ്ബ് ഉണ്ടാക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. അടുത്ത ഒരു പ്രതിഫലം, ഒരു സ്ഥാനം അള്ളാഹു ഇവർക്ക് നൽകുന്നത് ഈ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത്തസ്ദീദു ഫിസ്സംഇ വൽ ബസർ വൽ യദി വൽ റിജ്ൽ, അവരുടെ അവയവങ്ങൾ, കണ്ണും കാതും അതുപോലെ കൈയും കാലും ഒക്കെ, അതിന് അള്ളാഹു തസ്ദീദ്, അതിനെ നേരെയാക്കും. ഇതുകൊണ്ടൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവർ ചെയ്യുകയുള്ളൂ. ഈ ഹദീസിൽ പറഞ്ഞ എന്താണ്? കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കാൻ ഉപയോഗിക്കുന്ന അവന്റെ കാത് ഞാനായി മാറും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന അവന്റെ കണ്ണ് ഞാനായി മാറും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ പിടിക്കുന്ന അവന്റെ കൈയും നടക്കുന്ന കാലും ഒക്കെ ഞാനായി മാറും. എന്താണ് ഞാനായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം? ചില ആളുകൾ വഹ്ദത്തുൽ വജൂദിന്റെ ആളുകൾ, അള്ളാഹു എല്ലാ സൃഷ്ടികളിലും ലയിച്ചു കിടക്കുകയാണ്, അള്ളാഹുവിന്റെ അംശം, സൃഷ്ടാവിന്റെ അംശം സൃഷ്ടികളിലുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരുടെ വാദത്തിന് അനുകൂലമാണ് എന്ന് വാദിച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അവരുടെ ഈ വാദത്തിന് ഈ ഹദീസിന് യാതൊരു തെളിവുമില്ല. ഈ ഹദീസ് അവർക്കുള്ള മറുപടിയാണ്. കാരണം ഇതിന്റെ അവസാനത്തിൽ പറഞ്ഞ എന്താണ്? വല ഇൻ സഅലനി ലഉഅതിയന്നഹു, അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ ആരാ ചോദിക്കുന്നത്, ആരാ കൊടുക്കുന്നത്, ആരോടാണ് ചോദിക്കുന്നത്? അപ്പൊ അവരുടെ വാദത്തിനെതിരാണ് ഈ ഹദീസ്. പിന്നെ എന്താണ് ഞാൻ അവന്റെ കൈയാകും കാലാകും കണ്ണാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമേ അവന്റെ കണ്ണുകൊണ്ട് കാണുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടവും തൃപ്തിയുമുള്ള കാര്യങ്ങളെ ചെവി കൊണ്ട് കേൾക്കുകയുള്ളൂ. അല്ലെ ഹറാമായ സംഗീതം,
കേൾക്കുകയില്ല. ഹറാമായ കാഴ്ചകൾ, സിനിമയും അതുപോലെ തന്നെ നഗ്നതയും അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയില്ല. ഹറാമിലേക്ക് അവർ നടക്കുകയില്ല. അതുപോലെ ഹറാമിന് വേണ്ടി അവരുടെ കൈ അവർ ഉപയോഗിക്കുകയില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഒരു ആലിമിന്റെ അടുത്ത് പോയി ആളുകൾ സംസാരിക്കുകയാണ്. അങ്ങനെ അവര് ഇദ്ദേഹത്തോട് ഇങ്ങനെ പരാതി പറഞ്ഞു, ഇന്ന് നാട്ടിൽ നടക്കുന്ന ഫിത്നകളെ കുറിച്ച്, അല്ലെ ആളുകൾ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ചും. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ സ്ത്രീകളുടെ തബറുജ്, സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വന്ന്, ഞാനതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അത്രേ. അങ്ങനെ സംഭവിച്ചതായി കേട്ടിട്ടുണ്ട്. അള്ളാഹു തആല നൽകുന്ന ഈ തസ്ദീദ് കൊണ്ടാണ്, അവർ കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനം അള്ളാഹു കൊടുക്കും. ഹറാമുകളിലേക്ക് കണ്ണ് പോവുകയില്ല. ഈ ഹദീസ് അതിനുള്ള തെളിവാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ മാത്രം കാണുകയും അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഇത് വലിയ ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ. എനിക്ക് ശേഷം ഞാൻ മരിച്ചു പോകുമ്പോൾ ഇവിടെ വിട്ടുപോകുന്ന ഏറ്റവും വലിയ ഫിത്ന സ്ത്രീകളാണ് എന്ന് പറഞ്ഞാണ് വിശ്വാസം മരിക്കുന്നത്. സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പല രൂപത്തിലത് സംഭവിക്കും. ഭാര്യമാരെ കൊണ്ട് ഫിത്ന ഉണ്ടാകും, അതുപോലെ പല രൂപത്തിലുള്ള ഫിത്ന ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണുകൊണ്ടുള്ള ഫിത്ന എന്ന് പറയുന്നത്, കണ്ണുകൊണ്ട് ചെയ്യുന്ന ഹറാമുകൾ എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഏറ്റവും കൂടുതൽ പേടിച്ചുവെങ്കിൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അതിന്റെ എത്ര ഇരട്ടി ഇന്ന് സമൂഹത്തിലുണ്ട്, നേരിട്ട് കാണുന്നതും അതുപോലെയുള്ള മറ്റു മാധ്യമങ്ങളിലൂടെ കാണുന്നതും. ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഈ സഹായം അതിന് നമ്മൾ എത്രയോ ആവശ്യക്കാരാണ്, അന്നത്തെക്കാളും ആവശ്യക്കാരാണ്. അതിനുള്ള മാർഗം എന്താണ്? വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, നവാഫിലായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ചില ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. നമ്മളുടെ ഈ അവയവങ്ങളുടെ കാര്യത്തിൽ ഒരു അപകടം നമുക്ക് മണക്കുന്നുണ്ടെങ്കിൽ, ഒരു അതിന്റെ പോക്ക് ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെ കണ്ണ് ഹറാമിലേക്ക് പോകുന്നുണ്ട്, മുമ്പത്തെ പോലെ നിയന്ത്രണമില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അവയവം, ഈ പറഞ്ഞ 4 അവയവങ്ങളെ പ്രത്യേകം പറയാൻ കാരണമുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. സമഅ്, ബസർ, യദ്, റിജ്ൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ സമഉം ബസറും നമ്മൾ ഇങ്ങോട്ട് വിവരങ്ങൾ സ്വീകരിക്കുന്ന അവയവങ്ങളാണ്, അല്ലെ? നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ കടന്നു ചെല്ലുന്നത് ഈ വഴിയിലൂടെയാണ്, കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയുമാണ്. യദും റിജ്ലും, കയ്യും കാലും എന്താണ്? അത് പുറത്തേക്ക്, നമ്മുടെ പ്രവൃത്തികൾ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇതിലൂടെയാണ്. അപ്പൊ മനസ്സിലേക്ക് അകത്തോട്ടും പുറത്തോട്ടും പ്രവേശിക്കുകയും പുറപ്പെടുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നിന് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കുക, സുന്നത്തായ അമലുകളിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. അല്ലെ, ഇപ്പൊ നമ്മൾ ഹറാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, കുറച്ച് മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ആ കുറച്ച് മുമ്പ് എന്ന് പറയുന്ന ഈ കാലത്ത് സുന്നത്തായ കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ ചെയ്തിരുന്നു, ഇന്നത്ര ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. അതിന്റെ വ്യത്യാസത്തിനനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ അവയവങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം, ഹിഫ്ള്, തസ്ദീദ് ഉണ്ടാവുക. അപ്പൊ അത് നന്നാക്കാനുള്ള മാർഗം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. എന്നാൽ ശൈത്താൻ നമുക്ക് നേരെ തിരിച്ചാണ് ചിന്തിപ്പിക്കുക. നമ്മൾ ഹറാമ് കാണുന്നുണ്ടെങ്കിൽ ശൈത്താൻ എന്ത് പറയും? നീ ഇത്രയും നേരം ഹറാമ് കണ്ടുകൊണ്ടിരുന്നതാണ്, ഒരു സിനിമ കണ്ടു, അതുകൊണ്ട് ഇനി നീ അടുത്ത വക്തിന് ജമാഅത്തിന് പോകുന്നതിൽ അർത്ഥമില്ല എന്നായിരിക്കും ശൈത്താൻ നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുക. ഇനി മുസ്ലിമായി മിനിമം യോഗ്യത നിലനിർത്താൻ വേണ്ടി വക്ത് തരുന്നതിന് മുമ്പ് നമസ്കരിക്കുക, അത് മതി, അത്രയൊക്കെ നമുക്ക് സ്ഥാനമുള്ളൂ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഈ ഹറാമ് ചെയ്തു, അതുകൊണ്ട് ഇനി അടുത്ത ഹറാമ് ചെയ്യാതിരിക്കാൻ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളിയിൽ പോവുക സുന്നത്താണ്. പള്ളിയിൽ എത്രയും നേരത്തെ പോവുക എന്നുള്ളത് സുന്നത്താണ്. ജമാഅത്തിൽ പങ്കെടുക്കൽ അത് അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ഇങ്ങനെ സുന്നത്തായ അമലുകളുടെ കാര്യത്തിൽ മത്സരിക്കുകയാണ് വേണ്ടത്, ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. അടുത്ത പ്രതിഫലം, 4ാമത്തെ കാര്യം, ഈ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്നത് തൈസീർ ത്വാഅത്ത്, നന്മകൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അല്ലെ, അള്ളാഹു തആല ശൈത്താനോട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ശൈത്താൻ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ധിക്കാരം പറഞ്ഞിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്താണ്? എനിക്ക് നീ ആയുസ് നീട്ടി തന്നാൽ ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീല, നീ ഇവിടെ എന്റെ മുകളിൽ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഇവൻ ആദം അലൈഹിസ്സലാം, അവന്റെ ദുർരിയത്ത്, അവന്റെ സന്തതി പരമ്പരകളെ മുഴുവൻ ഞാൻ പഴപ്പിക്കും, ഇല്ലാ ഖലീല, കുറച്ചുപേരെ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ശൈത്താൻ പറഞ്ഞപ്പോൾ അള്ളാഹു തആല ശൈത്താന് മറുപടി കൊടുത്തിട്ടുള്ളതാണ്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകൾ, അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. എന്താണ് എന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണ് മുസ്ലിമും കാഫിറും, നല്ലവരും ചീത്ത ആളുകളും എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്.
പക്ഷെ അള്ളാഹുവിന്റെ അടിമകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനോട് അടുത്ത അള്ളാഹു ഇഷ്ടപ്പെടുന്നവന്റെ അടിമകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ശൈത്താന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മാസിയത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക, സാലിഹായ അമലുകൾ ചെയ്യാൻ സാധിക്കുക, അത് അള്ളാഹു താല അവന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ഇജാബത്തു ദഅവാത്ത് വ തഫ്രീജുൽ ഖുർബാത്ത്, ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. അതുപോലെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു ആശ്വാസം നൽകും. അതും ഈ ഹദീസിൽ അവസാനത്തിൽ അള്ളാഹു താല പറഞ്ഞു, വല ഇൻ സഅലനി, അവൻ എന്നോട് ചോദിച്ചാൽ ലഉഅതിയന്ന, ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. അപ്പോൾ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് അത് അള്ളാഹു ഏറ്റിട്ടുള്ള കാര്യമാണ്. മാ മിൻ മുസ്ലിമിൻ, വിശ്വാസം പറയുകയാണ്, ഏതൊരു മുസ്ലിമാണോ യദ്ഉ ബിദഅവത്തിൻ, ഒരു ദുആ ചെയ്യുന്നത്, ലൈസ ഫീഹ ഇസ്മുൻ വലാ ഖതിഅത്തു റഹിം, അതൊരു പാപം ചെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, പാപം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടുള്ള ദുആ അല്ലെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇല്ലസ്തജാബ അല്ലാഹു ലഹു, അള്ളാഹുവിന് ഉത്തരം ചെയ്യാതിരിക്കുകയില്ല. ആ ഉത്തരം 3 തരത്തിലുണ്ടാകും എന്ന് വിശ്വാസം വിശദീകരിച്ചു. ഒന്നുകിൽ അവൻ ചോദിക്കുന്ന കാര്യം അതുപോലെ സംഭവിക്കും, അല്ലെങ്കിൽ അള്ളാഹു ഒരു ഷർറ് അവനിൽ നിന്ന് തടയും, അതല്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹു അത് എടുത്തു വെക്കും, അവന് പ്രതിഫലം നൽകും. ഇപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ മനസ്സിൽ സംശയം തോന്നും, ഇങ്ങനെ പറഞ്ഞാലിപ്പോ പിന്നെ അതിലൊരു വിശ്വാസക്കുറവ്, അപ്പോൾ ഇത് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹിന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യാതിരുന്നിട്ട് ഉത്തരം ചെയ്തു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെ ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം, അല്ലേ? ചില ആളുകൾക്ക് അങ്ങനെ തോന്നും. ദുർബല വിശ്വാസികളായ ആളുകൾ പറയും, ഞാൻ ചോദിക്കുന്നത് അതുപോലെ കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു ഉത്തരം ചെയ്യുന്നില്ല. ഈ പറഞ്ഞ 3 രൂപങ്ങൾ എന്ന് പറയുന്നത് അതൊരു ഉദർ പറയുന്നതാണ് എന്ന് പിശാച് ചിലപ്പോൾ ഒരു വസ്വാസം ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തു വേണം? നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് നന്മയാണ് എന്ന് ഉറപ്പ് വേണം. അത് നമ്മൾ തന്നെ ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ അധിക കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മറക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാൾ നല്ല മറ്റൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അപകടമുള്ളതായിരിക്കും, ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ ഗുണമുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടാകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് അത് നമ്മുടെ ഇൽമുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഈ 3 തരത്തിലായിരിക്കും ദുആക്ക് ഉത്തരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഹദീസിൽ ഇക്കാര്യം പറയുന്നു, ലഇൻ സഅലനി ലഉഅതിയന്ന, അവൻ ചോദിച്ചാൽ ഞാനതിന് ഉത്തരം ചെയ്യും. വലഇൻ ഇസ്തആദനി ലഉഈദന്ന, അവൻ എന്നോട് കാവൽ തേടിയാൽ ഞാൻ അവനെ കാത്തു രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ 2 തരത്തിലായിരിക്കും നമ്മുടെ ദുആ. ഒന്നുകിൽ എന്തെങ്കിലും ഖൈറ് കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷർറിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും. ഇത് രണ്ടും അല്ലാഹു തആല സാക്ഷാത്കരിക്കും, അവന് പൂർത്തിയാക്കി കൊടുക്കും. ഇക്കാര്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുള്ളതാണ്. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു കുറേ നബിമാരുടെ കഥ പറയുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ദുആകൾ ഓരോരുത്തരും വളരെ ഞെരുക്കത്തിൽ ആയിരിക്കുന്ന സമയത്ത് ചെയ്ത ദുആ. നൂഹ് അലൈഹിസ്സലാം തന്റെ കൗമിനെ കൊണ്ടുള്ള പ്രയാസം കാരണം അദ്ദേഹത്തെ 900 വർഷം ഉപദ്രവിച്ചു, അത് കഴിഞ്ഞിട്ട് ദുആ ചെയ്തതാണ്. അത് യൂനുസ് അലൈഹിസ്സലാമിന്റെ സംഭവം നമുക്കറിയാം. അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് രോഗം വന്ന് അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ മുറി വന്ന് വളരെ പ്രയാസമനുഭവിച്ച് ദുർഗന്ധമുണ്ടായി, അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ വർഷങ്ങളോളം കടന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നത്. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. സക്കരിയ അലൈഹിസ്സലാം വളരെ അധികം പ്രായം ചെന്ന് മരണാസന്നനായി, മക്കളില്ല, അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹു നബിയായ ഒരു മകനെ കൊടുത്തു. ഈ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു തആല പറയുന്നത്, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇവരുടെയൊക്കെ ഈ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയുടെ കാര്യത്തിൽ മത്സരിക്കുമായിരുന്നു, ധൃതി കൂട്ടുമായിരുന്നു. വയദ്ഊനന റഗബൻ വറഹബ, അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുമായിരുന്നു. വകാനു ലനാ ഖാശിഈൻ, നമ്മോട് ഖുശൂ ഉള്ള, ഭയഭക്തിയുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരുടെ ഇബാദത്തുകൾ, അതിലവർക്ക് ഖുശൂ ഉണ്ട്, അതിലവർ മത്സരിക്കുന്നുണ്ട്, അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെയാണ് ദുആ ചെയ്യുന്നത്. ഇതൊക്കെ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളെയാണ് നമ്മൾ വലിയ എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ മത്സരിക്കുന്ന ആളുകൾ, സുന്നത്തുകളിൽ മത്സരിക്കുന്നവർ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ദുആ സ്വീകരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ ദർജയിലായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മുടെ മാസികത്തുകളായിരിക്കും, അല്ലെ? പാപങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണമാണ്. അതും നമ്മുടെ പ്രാർത്ഥനകൾ തള്ളപ്പെടാൻ ഒരു കാരണമായേക്കാം. അതുകൊണ്ടാണ് മുൻഗാമികൾ വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മഴക്കൊക്കെ വേണ്ടി നമസ്കരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാലിഹായ ആളുകളെ കൊണ്ടുപോയി അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ദുആക്ക് ഉത്തരം കിട്ടുന്നത് ഒരുപോലെയല്ല. അള്ളാഹുവിന്റെ വലിയാവുക, അവനോട് അടുത്ത ആളുകളാവുക എന്നുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ഇത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തൊരു ഫായിദ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എന്റെ ഒരു വലിയനെ ഉപദ്രവിക്കുന്നത്, അവനോട് ശത്രുത കാണിക്കുന്നത്, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. അങ്ങനെ ഉപദ്രവിച്ചാൽ, അവരോട് ശത്രുത കാണിച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അള്ളാഹു അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്വാലിഹ്യങ്ങളായ മുസ്ലിമീങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അപ്പൊ മുസ്ലിമായ ഇസ്തിഖാമത്തുള്ള നമസ്കാരവും നോമ്പും ഫർളുകളൊക്കെ ചെയ്യുന്ന, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളുകൾ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ അവരോട് ശത്രുത കാണിക്കുക, നമുക്കൊരാളോട് ഇഷ്ടമില്ല, എന്താണ് കാരണമെന്ന് തന്നെ നമുക്ക് അറിയില്ല. നമുക്ക് മാനസികമായ ഒരാളൊരു താല്പര്യം തോന്നിയില്ല. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അയാളെ കാണുമ്പോൾ മാറി നടക്കാം. നമുക്ക് അയാളുമായി അടുക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാം. കണ്ടാൽ സലാം പറയാം, അടുക്കാം, അങ്ങനെ നടക്കാം. പക്ഷെ നമുക്കത് പോരാ. നമുക്കൊന്നുകിൽ നമ്മുടെ സുഹൃത്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിരിക്കണം. ഇങ്ങനെ ആയിരിക്കും കുറെ ആളുകളുടെ സ്വഭാവം. നമുക്കൊരാളോട് മാനസികമായ ഒരു അകൽച്ച തോന്നിയാൽ പിന്നെ അവന്റെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ആ കുറ്റം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, വെറുതെ ആളുകളോട് അവനെ കുറിച്ച് സംസാരിക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായ ഒരു ഉപദ്രവം നമുക്ക് ചെയ്തു, അല്ലെങ്കിൽ ഉപദ്രവമാണ് എന്ന് നമുക്ക് തോന്നി, ഇങ്ങനെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ കക്ഷികളുടെ പേരിൽ, പാർട്ടികളുടെ പേരിൽ, നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവനല്ല, നമ്മുടെ സംഘടനയിൽപ്പെട്ടവനല്ല, അതിന്റെ പേരിൽ ഒരാളോട് വെറുപ്പ്. അവൻ അള്ളാഹുവിന്റെ വലിയായിരിക്കാം, സ്വാലിഹായ മനുഷ്യനായിരിക്കാം. ദീനിയായ എന്തെങ്കിലും ഒരു വ്യതിയാനത്തിന്റെ പേരിലോ പരസ്യമായി ഒരു പാപം ചെയ്യുന്നതിന്റെ പേരിലോ ഒരാളെ വെറുക്കാം. നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിലാണ് വെറുക്കുന്നതെങ്കിൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അള്ളാഹു ഒരാളുടെ ശത്രുതയും യുദ്ധവും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെ, ചിലപ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ യുദ്ധം നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടും. അല്ലെ, ചില ആളുകൾ വളരെ സ്വാലിഹ്യങ്ങളായിരിക്കും, അതുപോലെ അവരുടെ ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. പക്ഷെ അവരെല്ലാ കാര്യത്തിലും പരാജയമായിരിക്കും. ഇബാദത്തുകളുടെ കാര്യത്തിലും അവർക്ക് തുടർച്ച കിട്ടുന്നില്ല, ഒരു ശ്രദ്ധയില്ല, സൂക്ഷ്മതയില്ല, അവരുദ്ദേശിക്കുന്ന ദുനിയവിയായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, എല്ലാ മേഖലയിലും പരാജയം. ഒരുപക്ഷെ അതിന്റെ കാരണം ഇങ്ങനെയുള്ള പാപങ്ങളായിരിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങളായ ഏതെങ്കിലും ആളുകളോട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും. അതിന്റെ ഫലമായിട്ടായിരിക്കാം ഈ പരാജയം സംഭവിക്കുന്നത്. അള്ളാഹു ഒരാളുടെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? നമുക്ക് ഓരോ നിമിഷവും അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ്, നമ്മുടെ ദീനിയായ കാര്യങ്ങളും ദുനിയവിയായ കാര്യങ്ങളും. ആ സഹായം നഷ്ടപ്പെട്ട് അതിന് പുറമെ അള്ളാഹുവിന്റെ ശത്രുതയാണ്, അള്ളാഹു സുബ്ഹാനഹുവ ഭാഗത്ത് നിന്ന് ഒരു യുദ്ധമാണ് നമുക്ക് നേരെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഈ കാര്യം വളരെയധികം സൂക്ഷിക്കുക. നമ്മുടെ സ്നേഹവും വെറുപ്പും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അത് പ്രതിഫലാർഹമായ കാര്യമാണ്. നേരെ മറിച്ച് നമ്മുടെ ഹവക്ക് വേണ്ടിയാണെങ്കിലോ ഈ പറഞ്ഞതായിരിക്കും സംഭവിക്കുക. അള്ളാഹു സുബ്ഹാനഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു ഹദീസാണ്. നമുക്ക് ജീവിതത്തിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ സ്ഥാനമാണ് ഈ ഹദീസിൽ പറയുന്നത്. നുബുവത്തിനില്ല, നബിയാകാൻ നമുക്ക് സാധിക്കുകയില്ല. നബിയാകാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമായിരുന്നു. പക്ഷെ അത് സാധ്യമല്ല. ഈമാനിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ നമുക്ക് മത്സരബുദ്ധി വേണം. നമുക്ക് നിങ്ങൾ മൂസ അലൈഹി സ്വലാമിന്റെ കാലത്ത് നുബുവത്ത് അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് മൂസാ നബി എന്ത് ചെയ്തു? തന്റെ അനിയനെ നബിയാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു ഹിമ്മത്ത് നോക്കൂ, ഉന്നത സ്ഥാനം നോക്കൂ, ഉന്നതമായ ലക്ഷ്യബോധം നോക്കൂ. മൂസാ നബിക്ക് എന്ത് വിചാരിക്കാം? എൻ്റെ അനിയൻ ഇപ്പം സാലിഹായി ജീവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഏതായാലും നബിയായി, ഇനി എൻ്റെ അനിയൻ കുടുംബകാര്യങ്ങളൊക്കെ നോക്കി എനിക്കൊരു സഹായം ചെയ്ത് വേറെ വല്ല കച്ചവടമോ കൃഷിയോ ചെയ്ത് ജീവിച്ചോട്ടെ, അതെനിക്കൊരു സഹായമാകും എന്നല്ല വിചാരിച്ചത്. വജഅൽനി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി, എൻ്റെ സഹോദരനെ നബിയാക്കണം എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അപ്പോൾ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ഉയർന്ന ലക്ഷ്യബോധമാണ് ഉണ്ടാകേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പാടില്ല. ഈ ഹദീസാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനം. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്ത ഉഹിബ്ബ, ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ അടിമ എന്നോട് അടുത്തുകൊണ്ടിരിക്കും സുന്നത്തുകൾ കൊണ്ട്, സുന്നത്തായ അമലുകൾ കൊണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, അള്ളാഹുവിന്റെ വലിയാവുക എന്നുള്ളത്. അങ്ങനെ ആയാൽ മരണസമയത്ത് മലക്കുകൾ
അബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തി കുന്തും തുഅദൂൻ, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മരിപ്പിക്കും സന്തോഷത്തോടു കൂടി. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വിശദീകരിച്ച് കിതാബുകൾ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ, അദ്ദേഹം ഖത്റുൽ വലി ബിശർഹി ഹദീസിൽ വലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഹദീസിന്റെ വിശദീകരണം. അതുപോലെ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട അബൂബക്കർ അൽ ജസാഇരി റഹിമഹുല്ലാ, മദീനയിലെ മസ്ജിദ് നബവിയിൽ പഠിപ്പിച്ചിരുന്ന കുറേ കാലങ്ങളാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ള ഷെയ്ഖാൻ. അദ്ദേഹം ഈ ഹദീസ് വിശദീകരിച്ച് ഈ ഹദീസിന്റെ ആശയം അഥവാ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കിതാബ് എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് ഹുസൈൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അൽ ഫുർഖാൻ ബൈന ഔലിയ റഹ്മാൻ ഔലിയ ഷൈത്താൻ എന്ന് പറഞ്ഞ് കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഹദീസിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ എഴുതാനുള്ള കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ പരിശ്രമം. നമ്മുടെ ഒഴിവ് സമയമൊക്കെ സുന്നത്തായ അമലുകൾ കൊണ്ട് നിറക്കാൻ ശ്രമിക്കുക. നമുക്ക് മഗ്രിബ് മുതൽ ഇശാ വരെ വേറെ ജോലിയൊന്നുമില്ല, അത്രയും സമയം സുന്നത്ത് നമസ്കരിക്കാം, ഖുർആൻ ഓതാം. ഇങ്ങനെ സുന്നത്തായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്ത് നമുക്ക് അള്ളാഹുവിനോട് അടുക്കാം. അങ്ങനെ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹു താല കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകും. അല്ല, നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ പലപ്പോഴും നമുക്കുള്ള തടസ്സം എന്തായിരിക്കും? കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഇപ്പോൾ ബാങ്ക് കൊടുത്തു, അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ പള്ളിയിൽ പോയാൽ നമുക്ക് 10 മിനിറ്റല്ലേ ഉള്ളൂ, 15 മിനിറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക? പ്രത്യേകിച്ചൊന്നും ഒരു ജുസൊന്നും ഓതാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. കുറച്ച് ഒരു അര ജുസോ കാൽ ജുസോ നമുക്ക് ഓതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ചെറിയൊരു അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തിയാൽ ബാക്കി അവസരം അള്ളാഹു താല ഉണ്ടാക്കി തരും. വല്ലദീന ജാഹദു ഫീന ലനഹദിയന്നഹും സുബുലന, എന്റെ മാർഗത്തിൽ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്ന ആളുകൾ, പരിശ്രമം നടത്തുന്ന ആളുകൾ, അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ, ലനഹദിയന്നഹും സുബുലന, അവർക്ക് അതിനുള്ള മാർഗം നാം എളുപ്പമാക്കി കൊടുക്കും. ലനഹദിയന്നഹും സുബുലന എന്നാണ് പറഞ്ഞത്, മാർഗങ്ങൾ. അപ്പോൾ അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ഒരു കാര്യം നമ്മൾ ചെയ്താൽ പല കാര്യങ്ങൾ അള്ളാഹു താല നമുക്ക് എളുപ്പമാക്കി തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുന്നത്തായ അമലുകൾ, ഫർളുകൾ പൂർത്തിയാക്കിയതിനു ശേഷം സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കാനും അത് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാനും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.